ഉദ്ഘാടകരായി എത്തുന്നത് കഥകളിയിലെ തന്നെ വിശിഷ്ട വ്യക്തിത്വങ്ങളാണ്. ശ്രീ ഡോക്ടർ സദനം കൃഷ്ണൻകുട്ടി ആശാൻ. അദ്ദേഹം കഥകളിയുടെ ആദ്യകാല ഗുരുക്കന്മാരിൽ ഒരാളായ ശ്രീ കീഴ്പ്പടം കുമാരൻ നായർ ആശാൻ്റെ ശിഷ്യനാണ്. കേരള സംഗീത നാടക അക്കാദമി, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡുകൾ എന്നിവ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അശീതി ആഘോഷ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ കഥകളിയുടെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കാവുന്ന കേരള കലാമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ അശീതി ആഘോഷ ചടങ്ങുകളുടെ സമാപനം നടക്കുകയാണ്. അദ്ദേഹത്തെ സാദരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ കലാമണ്ഡലം MPS നമ്പൂതിരി, കരിക്കാട് സ്വദേശിയായ അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും പറയട്ടെ, പ്രശസ്തനായ അഭിവന്ദ്യനായ ശ്രീ കലാമണ്ഡലം പത്മനാഭൻ നായർ ആശാന്റെ ശിഷ്യനാണ്. കലാമണ്ഡലം പ്രിൻസിപ്പലായിരുന്നു. കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാര ജേതാവാണ്. കൂടാതെ ശ്രീലങ്കയിലെ കൊളംബോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാൻഡിയൻ നൃത്തം അഭ്യസിക്കുകയും ശ്രീലങ്കയുടെ അനുഷ്ഠാന കലയായ കാൻഡിയൻ നൃത്തം കൊളംബോയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ സിംഗപ്പൂർ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് രംഗാവതരണ കലകളുടെ ത്രിമാന ചിത്രീകരണം, 3 ഡയമെൻഷണൽ പിക്ചറൈസേഷൻ എന്ന ഒരു പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഥകളിയുടെ രംഗപാഠ ചരിത്രം എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാക്കളിൽ ഒരാളാണ്. പൗഹാന എന്ന ലേഖന സമാഹാരവും അദ്ദേഹത്തിൻ്റെതായി ഉണ്ട്. അദ്ദേഹത്തെ സഹർഷം സാഭിമാനം കലയാമയുടെ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാൻ. കഥകളിയിലെ ചെണ്ടമേളത്തിന് പുതിയ ഭാവപരിവേഷം നൽകിയ ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണാശാനെ കഥകളി ആസ്വാദകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിരവധി പുരസ്കാര ജേതാവായ അദ്ദേഹം കലാമണ്ഡലം പ്രിൻസിപ്പലായാണ് റിട്ടയർ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴും കഥകളിയുടെ വേദികളിൽ സജീവമായി നിലകൊള്ളുന്ന അദ്ദേഹത്തെ ആദരവോടെ കലയാമയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിച്ചേർന്നിട്ടുള്ള പ്രശസ്ത സിനിമാ നടനായ ശ്രീ ബാബു നമ്പൂതിരി. അദ്ദേഹം സിനിമാ നടൻ മാത്രമല്ല, നല്ലൊരു നാടക നടനും ഒരു കഥകളി കലാകാരൻ കൂടിയാണ്. കുറുവിലങ്ങാട് ദേവമാതാ കോളേജ് റിട്ടയർഡ് പ്രൊഫസറായ അദ്ദേഹത്തെയും കലയാമയുടെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
അടുത്തതായി ശ്രീമതി രേണുക വർമ്മ, നല്ല ഒരു കഥകളി ആസ്വാദകയും കഥകളി കലാകാരിയും ആയ ശ്രീമതി രേണുക വർമ്മ ശ്രീ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള യാനം എന്ന കഥകളി പരമ്പര, മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുള്ള യാനം എന്ന കഥകളി പരമ്പരയുടെ ചുക്കാൻ പിടിക്കുന്നത് ശ്രീമതി രേണുക വർമ്മയാണ്. അദ്ദേഹത്തെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു, നിങ്ങളുടെ മുന്നിലേക്ക് സാദരം ക്ഷണിക്കുന്നു. അടുത്തതായി ശ്രീ ബി കെ ഹരിനാരായണൻ, മലയാളത്തിന് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത കവിയാണ്, ഗാനരചയിതാവാണ് ശ്രീ ബി കെ ഹരിനാരായണൻ. അദ്ദേഹത്തിന് കേരള സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച രചയിതാവിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ പി കെ കൃഷ്ണനുണ്ണി രാജ, സാമൂതിരി കോവിലകാംഗമായ അദ്ദേഹം ഏകദേശം 100ഓളം ക്ഷേത്രങ്ങളുടെ ട്രസ്റ്റി ബോർഡ് അംഗമാണ്. അതിനെല്ലാം പുറമെ നല്ലൊരു കഥകളി ആസ്വാദകനും തോടയം കഥകളി ക്ലബിൻ്റെ പ്രസിഡൻറ്റുമാണ്. അദ്ദേഹത്തെ കലയാമയുടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ പീശപ്പള്ളി രാജീവൻ, അദ്ദേഹത്തെയും കഥകളി ആസ്വാദകർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്കൂൾ ഓഫ് ഡ്രാമ ഗ്രാജുവേറ്റ് ആയ അദ്ദേഹം ഒരു നല്ല കഥകളി നടനും കഥകളി സംഘാടകനുമാണ്. കുന്നംകുളം കഥകളി ക്ലബിൻ്റെ ഭാരവാഹിയായ അദ്ദേഹത്തെയും കലയാമി സഹർഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വേദിയിൽ സ്വാഗതം പറയാനെത്തിയിട്ടുള്ള ശ്രീ രാജശേഖരൻ, അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി ഗീത, ആശംസകൾ അർപ്പിക്കാനെത്തിയിട്ടുള്ള ട്രസ്റ്റി ബോർഡ് വൈസ് ചെയർമാൻ ശ്രീ ബ്രഹ്മദത്തൻ ഭട്ടതിരിപ്പാട്, അതുപോലെ തന്നെ ഗ്രാമസേവാ സമിതി ഗ്രന്ഥാലയം സെക്രട്ടറി ശ്രീ ഷാജി കരിക്കാട്, കലാസമിതി പ്രസിഡന്റ് ശ്രീ പ്രദീപ് ടി കെ, ആലിൻചോട് കലാകായിക കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ ശ്രീജിത്ത് വാര്യർ, കായിക സമിതി കരിക്കാട് സെക്രട്ടറി ശ്രീ നിതിൻ രാജ് എന്നിവരെയും, അതുപോലെ തന്നെ ശ്രീ കലയാമി കഥകളി അക്കാദമിയുടെ ഡയറക്ടറായ ശ്രീ കലാമണ്ഡലം മനോജ് അവർകളെയും ഈ വേദിക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് കടക്കുകയാണ്. അടുത്തതായി പ്രാർത്ഥനയാണ്. ഞാൻ തന്നെയാണ് പ്രാർത്ഥന ആലപിക്കാൻ പോകുന്നത്. യകൃത്വാ വിശ്വരംഗം രജനീയവനികം പ്രോജ്വലദ്ഭാനുദീപം ശശ്വത്സമ്പുഷ്ട സംപ്രേക്ഷകമഖില ജഗത് ഭ്രാന്തിനാട്യം വിതത്യ കർമ്മൗഘോച്ഛണ്ഡ മാർദ്ദംഗികലയവശകാൻ
വാസനാഗാനസക്താൻ ജീവച്ഛാത്രാൻ മുകുന്ദ സ്വയമഭിരമതേ ക്രീഡയൻ സോസ്തു ഭൂത്യൈ. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമക്ഷിഭിർയജത്രാഃ സ്ഥിരൈരംഗൈഃ തുഷ്ടവാംസസ്തനൂഭിർയജേമ ദേവഹിതം യദായുഃ. സ്വസ്തി നഃ ഇന്ദ്രോ വൃദ്ധശ്രവാഃ സ്വസ്തി നഃ പൂഷാ വിശ്വവേദാഃ സ്വസ്തി നസ്താർക്ഷ്യോ അരിഷ്ടനേമി സ്വസ്തി നോ ബൃഹസ്പതിർദധാതു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. അടുത്തതായി സ്വാഗത പ്രസംഗത്തിനായി റിട്ടയേർഡ് ക്രൈംബ്രാഞ്ച് SIയും സംഘാടക സമിതി കൺവീനറുമായ ശ്രീ രാജശേഖരൻ അവർകളെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കലയാമി കഥകളി അക്കാദമിയുടെ 1ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള കളിയൊരുക്കം എന്ന പരിപാടിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ അക്കാദമി നിലവിൽ വന്ന ശേഷം വളരെ വിപുലമായി ഇതിൻ്റെ 1ാം വാർഷികം കൊണ്ടാടുന്നതിന് വേണ്ടി സംഘാടക സമിതി രൂപീകരിക്കുകയും ആയതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സമയത്ത് നമ്മുടെ ഇന്ന് ഈ ലോകത്തെ ഗ്രസിച്ചിരിക്കുന്ന മാരക രോഗമായ COVID-19 അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തുകയും നമുക്ക് ഈ പരിപാടി നിശ്ചിത സമയത്ത് നടപ്പിലാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ സംജാതമാവുകയും ചെയ്തു. ഇപ്പോഴും നമ്മൾ ഒമിക്രോൺ എന്ന വൈറസിൻ്റെ ഭീഷണിയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ആളുകളൊക്കെ പഴയ രീതിയിൽ നിന്നും വളരെ വിഭിന്നമായിക്കൊണ്ട് മുൻപൊക്കെ ഈ രീതിയിലുള്ള കലാപരിപാടികൾ അല്ലെങ്കിൽ കഥകളിയൊക്കെ ഉണ്ടാകുമ്പോൾ വന്നു ചേർന്നിരുന്ന അവസ്ഥകളിൽ നിന്നും വിഭിന്നമായി ഇന്ന് ഈ രോഗത്തെ ഭയപ്പെട്ടുകൊണ്ടും തന്നിൽ കൂടെ അത് മറ്റൊരാൾക്ക് പകരരുത് എന്ന നിശ്ചയദാർഢ്യത്തോടും കൂടി അവരവരുടെ വീട്ടിൽ തന്നെ കഴിയുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് ലോകത്തെവിടെയും ഇന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ നിറഞ്ഞു കവിയേണ്ട ഈ സദസ്സും ആ രീതിയിൽ നിറഞ്ഞു കവിയാതെ ഇങ്ങനെ ആയിപ്പോയത്. കലയാമി കരിക്കാടിൻ്റെ ചരിത്രത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെയുള്ള വന്ന ആശാന്മാർക്കൊക്കെ അറിയാം.
ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, അതായത് 7 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന കഥകളി അരങ്ങുകൾ ഈ കരിക്കാട് അമ്പലത്തിൻ്റെ പൂത്തൊടി എന്ന സ്ഥലത്ത്, അതായത് തൊട്ടപ്പുറത്ത് നടന്നിരുന്നു. ഞാനൊക്കെ ചെറിയ കുട്ടിയാവുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള കഥകളി അരങ്ങുകളായിരുന്നു അന്ന് നടന്നിരുന്നത്. ഗോപിയാശാനെ പോലെയുള്ള, കോട്ടക്കൽ ശിവരാമനാശാനെ പോലുള്ള, രാമൻകുട്ടി ആശാനെ പോലുള്ള, ഷാരോടി ആശാനെ പോലുള്ള പ്രഗത്ഭർ തങ്ങളുടെ മാറ്റ് തെളിയിച്ച ഒരു സ്ഥലം കൂടിയാണ് ഈ കരിക്കാട്. പല പുരോഗമന ആശയങ്ങളെയും നെഞ്ചേറ്റിക്കൊണ്ട്, അത് കഥകളിയായാലും അതല്ലെങ്കിൽ നാടകമായാലും വെള്ളരി നാടകമായാലും എല്ലാം ഈ കരിക്കാടിൽ നടത്തിയിട്ടുള്ളതും നടന്നിട്ടുള്ളതും, സംസ്ഥാന നാടക മത്സരത്തിൽ 1ാം സ്ഥാനം കിട്ടുന്ന നാടകം വരെ ഈ കരിക്കാടിന് അവതരിപ്പിക്കാൻ സാധിച്ചതുമാണ്. തൃശ്ശൂർ ഒളരിയിലുള്ള കലാമണ്ഡലം മനോജ് ഈ കരിക്കാടത്തെ സ്ഥിര താമസമാക്കിയതിനു ശേഷം കഥകളി എല്ലാ വർഷവും നമ്മുടെ ഉത്സവത്തിനും അതുപോലെ തന്നെ മറ്റു പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമുക്ക് നടത്താൻ സാധിക്കുകയും കൂടുതൽ ആളുകളെ, കുട്ടികളെയൊക്കെ കഥകളി രംഗത്തേക്ക് ആകർഷിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് ആക്കം കൂട്ടുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ അതിനൊരു വേഗത കൂട്ടുന്നതിന് വേണ്ടിയാണ് ഈ കഥകളി അക്കാദമി, കലയാമി എന്ന കഥകളി അക്കാദമി ഈ കരിക്കാട് സ്ഥാപിച്ചുകൊണ്ട് കഥകളിയിലെ വിവിധ മേഖലകളെ, അത് കഥകളി വേഷമായാലും സംഗീതമായാലും മേളമായാലും എല്ലാത്തരം ഈ കഥകളിയുടെ എല്ലാ രീതിയിലുമുള്ള വളർച്ചയ്ക്കും അതുപോലെ തന്നെ അത് പോഷിപ്പിക്കുന്നതിനുമായി ഇങ്ങനെ ഒരു അക്കാദമി രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് 1 വർഷത്തിലധികമായി ഇവിടെ നടന്നു വരികയാണ്. ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ബാക്കി ഒട്ടനവധി ആശാന്മാരും മറ്റും ഈ വേദിയിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ കടമയിലേക്ക് പെട്ടെന്ന് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഒരാൾ, നമുക്കേവർക്കും അറിയാവുന്ന കഥകളി ലോകത്തെ കഥകളിയിൽ വലിയ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച സദനം കൃഷ്ണൻകുട്ടി ആശാനാണ്. അദ്ദേഹം 80ൻ്റെ നിറവിൽ നിൽക്കുന്ന ഈ സമയത്താണ്, അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. കഥകളിയിൽ ഏത് വേഷവും വളരെ തന്മയത്വമായി അവതരിപ്പിക്കുന്ന വളരെ വിരളമായിട്ടുള്ള നടന്മാരിൽ പ്രധാനിയാണ് ആശാൻ. നടൻ എന്ന വാക്കിൽ, അത് നാടകത്തിലായാലും സിനിമയിലായാലും കഥകളിയിലായാലും ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള ഒരു കലാകാരനാണ് ശ്രീ സദനം കൃഷ്ണൻകുട്ടി ആശാൻ. ഏത് വേഷവും, അത് പച്ചയായാലും കത്തിയായാലും താടി വേഷമായാലും സ്ത്രീ വേഷമായാലും അത് തന്മയത്വമായി അഭിനയിക്കാൻ കഴിയുന്ന ആൾ കൂടിയാണ് ആശാൻ. എന്നാൽ പച്ചയും കത്തിയുമാണ് രംഗത്ത് കൂടുതൽ അവതരിപ്പിക്കുന്നത്. 2021 മലയാള സർവകലാശാലയിൽ നിന്നും ഡീലിറ്റ് ബിരുദം ലഭിച്ചയാളാണ് അദ്ദേഹം. കീഴ്പ്പടം കുമാരൻ നായർ ആശാന്റെ പ്രധാന ശിഷ്യനും ആ കീഴ്പ്പടം ശൈലി മുറുകെ പിടിച്ചുകൊണ്ട് കഥകളി അരങ്ങിൽ നിറഞ്ഞു നിൽക്കുന്ന ശ്രീ സദനം കൃഷ്ണൻകുട്ടി ആശാന് ഈ കലയാമി കഥകളി അരങ്ങിൻ്റെ പേരിലും
അതുപോലെ തന്നെ ഇവിടെ വന്നെത്തിച്ചേർന്ന ഓരോരുത്തരുടെ പേരിലും സംഘാടക സമിതിയുടെ പേരിലും ഈ വേദിയിൽ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ഞാൻ നിങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തി തരേണ്ട ആളല്ല. സഖാവ് കലാമണ്ഡലം MP ശങ്കരൻ നമ്പൂതിരിപ്പാട് നമ്മുടെ നാട്ടുകാരനാണ്. മൂത്തേടത്ത് പാലശ്ശേരി മനയിൽ ശങ്കരൻ നമ്പൂതിരിപ്പാട് മലപ്പുറം ജില്ലയിൽ ഈ കരിക്കാടിൻ്റെ മണ്ണിൽ നിന്നും ആദ്യമായി കഥകളി പഠിക്കാൻ പോയ ആളാണ്. മുൻപൊക്കെ കഥകളി നടന്മാർക്ക് വിദ്യാഭ്യാസം കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല വിദ്യാഭ്യാസമുള്ള ഒരുവിധം മറുഭാഷകളൊക്കെ